SNDP യോഗത്തിന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ മുരിക്കാശ്ശേരിയിൽ എത്തിയപ്പോൾ ഇടുക്കി SNDP യൂണിയന്റെ 1529 നമ്പർ മുരിക്കാശ്ശേരി ശാഖായോഗത്തിന്റെ 17ാമത് ക്ഷേത്രപ്രതിഷ്ഠാ വാർഷികവും മേടപ്പുണർദ മഹോത്സവവും നടക്കുന്ന അവസരത്തിൽ ശാഖാ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി എത്തിച്ചേർന്നിരിക്കുന്നു. ജനറൽ സെക്രട്ടറിയെ സ്വീകരിക്കുന്നതിനായി യൂണിയൻ ശാഖാ നേതാക്കന്മാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. SNDP യോഗത്തിന്റെ വിവിധ ശാഖാ പ്രവർത്തകർ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ്. SNDP യോഗത്തിന്റെ വനിതാ സംഘം പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ജനറൽ സെക്രട്ടറി അടുത്ത പ്രദേശത്ത് എത്തുന്നു എന്നറിഞ്ഞാൽ വനിതാ സംഘം പ്രവർത്തകർ, പ്രത്യേകിച്ചും അമ്മമാർ, മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് ഓടിയെത്തും. കാരണം ഈ സഹോദരിമാരുടെ മനസ്സിൽ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം അത്ര വലുതാണ്. പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആരാണ് എന്നറിയാത്തവർ അദ്ദേഹത്തെക്കുറിച്ച് പലതും പറയുമ്പോൾ വലിയ ഒരു ജനവിഭാഗം അദ്ദേഹത്തോടൊപ്പം ഇന്നും ഉള്ളതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. 2000 കാലഘട്ടങ്ങളിൽ അദ്ദേഹം തുടങ്ങിവെച്ച സാമൂഹിക മാറ്റങ്ങളാണ് അതിനുള്ള പ്രധാന കാരണം. 2003-2004 കാലയളവിൽ SNDP യോഗം മൈക്രോ ഫിനാൻസ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. 100 കോടി രൂപയാണ് ധനലക്ഷ്മി ബാങ്ക് വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവിനെ കണ്ടുകൊണ്ട് SNDP യോഗത്തിന് ഞങ്ങൾ പട്ടിണിപ്പാവങ്ങളായ വനിതകൾക്ക് നൽകുന്നത്. ആ തുക ഞങ്ങൾക്ക് നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, എൻ്റെ പെങ്ങന്മാരെ, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളുടെയും കഴുത്തിൽ കിടക്കുന്ന ഈ ചുവന്ന ലോഹം മാറ്റി മഞ്ഞ ലോഹം കിടക്കുന്നത് എനിക്ക് കാണണമെന്നാണ്. സാമ്പത്തിക ഭദ്രതയുള്ള വനിതകളായി നിങ്ങൾ മാറുന്നത് എനിക്ക് കാണണമെന്നാണ്. മൈക്രോ ഫിനാൻസ് പദ്ധതി തുടങ്ങി ലോണുകൾ സ്ത്രീകൾ തിരിച്ചടയ്ക്കുന്ന രീതി കണ്ടുകൊണ്ടാണ് 1998 തുടങ്ങി 1999 പ്രവർത്തനം ആരംഭിച്ച കുടുംബശ്രീക്ക് പോലും ലോണുകൾ യഥേഷ്ടം ബാങ്കുകൾ നൽകാൻ തുടങ്ങിയത്. പിന്നീടുണ്ടായ സാമൂഹിക മാറ്റം അവർണ്ണനീയമാണ്. ഇന്ന് മഞ്ഞലോഹം കഴുത്തിലില്ലാത്ത അമ്മമാരും പെങ്ങന്മാരും ഒക്കെ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. SNDP യോഗത്തിന്റെ പിന്നീടുള്ള വളർച്ച നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. ഇന്ന് കാണുന്ന ഗുരുമന്ദിരങ്ങളും ശാഖാ ഓഫീസുകളും ഭൂരിഭാഗവും ഈ മൈക്രോ ഫിനാൻസിൽ നിന്ന് ഉണ്ടായതാണ്. മൈക്രോ ലോണുകൾ, JLG ലോണുകൾ, സ്വയം തൊഴിൽ ലോണുകൾ, എന്തിന് ഹൗസിംഗ് ലോൺ പോലും നൽകാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് മൈക്രോ ഫൈനാൻസ്. ഈ കാലയളവിലുണ്ടായ സാമ്പത്തിക മാറ്റങ്ങളോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയപരമായും തൊഴിൽപരമായും ഉള്ള വളർച്ച വളരെ ശ്രദ്ധേയമാണ്. ഈ സാമൂഹിക മാറ്റങ്ങൾ പഠനത്തിലൂടെ വിലയിരുത്തിയാണ് രാജ്യം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിക്ക് പത്മഭൂഷൺ നൽകി ആദരിച്ചത്.